അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അബ്ദുൽ ഹമീദ് സാദി. എൻ്റെ വീട് മണ്ണാർക്കാടാണ്, പാലക്കാട് ജില്ലയിൽ. ഏകദേശം ഒരു വർഷത്തിലധികമായി എനിക്ക് ഈ ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ട്. ആദ്യമായിട്ട് എനിക്ക് ശക്തമായ വയറുവേദന വന്നു. അങ്ങനെ നാട്ടിലെ ഡോക്ടറെ കാണിച്ച് പിന്നീട് എൻഡോസ്കോപ്പ് ചെയ്തപ്പോഴാണ് ലിവറിൻ്റെ കംപ്ലൈൻറ്റ് മനസ്സിലായത്. ഏകദേശം ഒരു വർഷത്തിലധികമായി. അതിനുശേഷം അതത്ര കാര്യഗൗരവമായി എടുത്തില്ലെങ്കിലും കുറച്ച് ട്രീറ്റ്മെൻറ്റ് നടത്തി നിർത്തി. പിന്നീട് യാത്ര ചെയ്യുമ്പോൾ കാലിൽ നീര് വരാൻ തുടങ്ങി. അങ്ങനെ കാലിൽ നീര് വന്നപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അതിന് ചെറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബ്ലഡ് ഛർദ്ദിച്ച് പ്രയാസമായി നാട്ടിലായ സമയത്ത്. അതിനുശേഷം അങ്ങനെ അസുഖം വന്നപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോയി അവിടുന്ന് ബാൻഡ് ഇട്ട് അസുഖം കുറേ ആശ്വാസമായി. വീണ്ടും ഇതുപോലെ ബ്ലഡ് വന്നു. അങ്ങനെ ഭാര്യ സഹോദരൻ സലീം ലത്തീഫിയാണ് ഇവിടെ എടപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം, നമ്മളളിയൻ, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലൂടെ ഇവിടെ നമ്മളെ ലേക്ക് ഷോറിലേക്ക് ബന്ധപ്പെട്ട് അങ്ങനെ ഡോക്ടറെ കണ്ട് അൽഹംദുലില്ലാ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി. കുറച്ച് ദിവസം 5 ദിവസത്തോളം ഇവിടെ അഡ്മിറ്റായി. വീണ്ടും പിന്നീട് തുടർ ചികിത്സകൾക്ക് ശേഷം കഴിഞ്ഞ ജൂൺ 22-ാം തീയതി അഡ്മിറ്റായി. 23-ാം തീയതി ഓപ്പറേഷൻ നടന്നു. വളരെ സന്തോഷമായിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരിയായി ഓപ്പറേഷൻ സക്സസ് ആയി. ഇപ്പോൾ ആരോഗ്യപരമായി നല്ല സന്തോഷമുണ്ട്, വിഷമങ്ങളൊന്നുമില്ല. തുടർന്ന് ട്രീറ്റ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. ഡോക്ടറായാലും നഴ്സുമാരും അതുപോലെ മറ്റു സഹപ്രവർത്തകരുമെല്ലാം നല്ല രൂപത്തിൽ തന്നെയായിരുന്നു നമ്മളോടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. എല്ലാ നിലയിലും നമുക്ക് 100% സന്തോഷത്തോടു കൂടെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങുന്നത്. എൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവാണ് അദ്ദേഹം. എന്നോട് പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞു, പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ ഇത് മാറ്റിവെക്കൽ, ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ് അതിന് അവസാന പരിഹാരമുള്ളത്. ഇല്ലെങ്കിൽ ഇതുപോലെ നീര് വരും, അതുപോലെ തന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ കൊണ്ടുപോകാം. അങ്ങനെ എന്നാൽ ഇത് മാറ്റിവെക്കുക. ഞങ്ങളുടെ മുമ്പിൽ വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു, വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പള്ളിയിലെ ഉസ്താദ് കൂടിയാണ്. ഞാനും എടപ്പള്ളി ജുമാഅത്ത് പള്ളിയിൽ, വലിയ ജുമാഅത്ത് പള്ളിയിലെ ഇമാമായി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ അള്ളാഹുവിനെ അൽഹംദുലില്ലാ തവക്കുലാക്കി ട്രീറ്റ്മെന്റിന് തന്നെ എന്ത് ചെയ്തു, തീരുമാനിച്ച് എറണാകുളത്തെ വ്യത്യസ്ത ഹോസ്പിറ്റലുകളൊക്കെ ചെന്നെങ്കിലും ഞങ്ങൾ ലേക്ക് ഷോർ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ശരി, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ലേക്ക് ഷോർ കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ആദ്യം വന്നില്ല. പല ഹോസ്പിറ്റലിലും പോയി പല രൂപത്തിലൊക്കെ സംസാരിച്ചെങ്കിലും മനസ്സുകൊണ്ടൊരു തൃപ്തി വരാതെ എൻ്റെ ഒരു സുഹൃത്ത് മുജീബ് എന്ന് പറയാം, ഞങ്ങൾ രണ്ടുപേരുമാണ് ഇവിടുത്തെ ബഹുമാന്യനായ MD അബ്ദുള്ള സാർ. അദ്ദേഹം ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുകയാണ് ഈ സമയത്തിൽ. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് വന്ന് കണ്ട് ഇവിടുത്തെ സൗകര്യങ്ങളും ഇവിടുത്തെ സാമ്പത്തിക വിഷയങ്ങളൊക്കെ പറഞ്ഞ് പിന്നെയാണ് ഡോക്ടറെ സമീപിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഫാദിലച്ച് വീരാൻകുട്ടി, ഞങ്ങളൊക്കെ ഫദൽ സാർ എന്ന് വിളിക്കും. അദ്ദേഹത്തെ പറയാൻ എനിക്കൊക്കെ ശരിക്കും സത്യത്തിൽ 100 നാവാ. ബഹുമാനപ്പെട്ട ഫദൽ സാറിന്റെ ആ ഇടപെടല് ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെ, ഇവിടെ വന്നപ്പോൾ ഒരു കുടുംബത്തെ പോലെയാണ്. ഇവിടുത്തെ കോർഡിനേറ്റർ ആയാലും അതുപോലെ തന്നെ മറ്റു സിസ്റ്റർമാരായാലും ഇവിടെ ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും പിന്നെ ഞങ്ങൾക്ക് വലിയൊരു ഗ്രഹാതുരത്വം, അതുപോലെ തന്നെ വലിയൊരു താല്പര്യം തോന്നി, വലിയൊരു മാനസിക സംതൃപ്തി. ഒരു രോഗിക്ക് കൂടെയുള്ളവർക്ക് ആദ്യം വേണ്ടത് അതാണല്ലോ. അത് ഇവിടുന്ന് തീർത്തും ലഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. അത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രത്യേകിച്ച് ഫദൽ ഡോക്ടറെ ഞങ്ങൾ എടുത്തു പറയാണ്. പടച്ചോൻ അദ്ദേഹത്തിന് ആയുരാരോഗ്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകം ഓർക്കുന്നു. അദ്ദേഹം പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായ വിഷയങ്ങൾ ഒക്കെ പറയുകയും ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി ഒക്കെ പറയുകയൊക്കെ ചെയ്ത് ഞങ്ങളുടെ ടെസ്റ്റുകളും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ ഞാൻ ജോലി ഇവിടെ അടുത്തുകൂടി ആയതുകൊണ്ട് അൽഹംദുലില്ലാ ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾക്ക് വലിയ സംതൃപ്തി തന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങി. പിന്നെ സർജറിയിലേക്ക് നീങ്ങി. മകനാണ് ഡോണർ. മനസ്സിന്റെ ഉള്ളിൽ വലിയ വേദനയും ആദിയും വിഷമവും ഒക്കെ ഉണ്ടെങ്കിലും ശരി, ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വിഷമവും വരാതെ അൽഹംദുലില്ലാ സർജറി കഴിഞ്ഞ് ഇപ്പൊ 2.5 മാസമായിട്ടേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളെയൊക്കെ പോലെ ഓടി നടക്കുന്നു, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു, ഒരു വിഷമവുമില്ല. ഇതുവരെ സർജറിക്ക് ശേഷം ഒന്നും കണ്ടിട്ടില്ല.
ഒരു ബുദ്ധിമുട്ടും ഇതുവരെ കണ്ടിട്ടില്ല. ഡോക്ടറെ ഇന്നുകൂടി ഞങ്ങൾ കണ്ടിരിക്കുകയാണ്. വലിയ സംതൃപ്തിയിലും വലിയ സന്തോഷത്തിലുമാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും. സാമ്പത്തിക വിഷയം ഞങ്ങളോടൊരു പാക്കേജ് പറഞ്ഞെങ്കിലും ആ പാക്കേജിനേക്കാൾ കുറവേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. നമുക്ക് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഇവിടുത്തെ ഓരോരുത്തരും സ്വന്തം സഹോദരനെ പോലെ കണ്ട്, ഒരു രോഗി അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നല്ല, ആ രൂപത്തിലുള്ള ഇടപെടലുകളൊക്കെ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതർത്ഥത്തിലും വളരെ സംതൃപ്തരാണ്. പലപ്പോഴും ഈ വിഷയം എന്നോട് പലരും വിളിച്ച് ചോദിച്ചിട്ട് ഉണ്ട് ആരെ സമീപിക്കണമെന്ന്. ഞാൻ അവരൊക്കെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിനെയും ഡോക്ടർ ഫദൽ ഡോക്ടറെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവമാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്നത്. ഞങ്ങൾ പടച്ചവനോട് വിറക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രയാസം ആർക്കും അല്ലാഹു തരരുത് എന്ന്, മേലിലും ഒരു വിഷമവും ഉണ്ടാകരുത് എന്ന് പ്രത്യേകം